എനിക്ക് ഈ സാമ്പത്തിക വിഷയത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ സാറിനെ പോലെ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലാത്തത്, അതുകൊണ്ടല്ലേ വക്കീലായത്. അതാ ഈ ശതമാന കണക്കുകളും ഈ ഇതെല്ലാം കൂടെ പറഞ്ഞ ആകെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലിരുന്ന മൊബൈലിൽ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അതായത് സെൻട്രൽ ഗവൺമെന്റ് കടം കേരള ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് ടിൽ ഡേറ്റ് എത്രയാണ്, ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. അപ്പോ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലായത് 5783 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കാനുണ്ട്. അപ്പോ ഈ 5783 രൂപ സംസ്ഥാന കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ തുക കൃത്യമായി കൊടുത്താൽ തീരാവുന്ന ഏത് കടമല്ലേ കേരള ഗവൺമെന്റിനുള്ളൂ. അപ്പോ കേരള ഗവൺമെന്റിനെ സ്ട്രെസ് ചെയ്യുക, ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നാകെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന മട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ആയി സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കേരളത്തിന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രജി ഏത് മൊബൈലില് ആരുടെ ഈ മൊബൈൽ എനിക്കറിയില്ല. ഈ വിഷയത്തിൽ ഈ പാവങ്ങള് ഞാനൊന്ന് പറഞ്ഞു അല്ലല്ല ഗൂഗിൾ സെർച്ചിൽ ആർക്കാണ് എഴുതിയത് അതറിയില്ലേ? ഇത് വ്യക്തമായ ഈ പ്രജി വരുന്നത് ഏത് ജില്ലയിൽ നിന്നാന്ന് അറിയാലോ? ആ കൊല്ലം ജില്ലയിലെ ബഹുമാനപ്പെട്ട MP പ്രജി പറഞ്ഞു കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പോയിട്ട് ലോക്സഭയിൽ ചോദിച്ചു. ഉത്തരം പ്രേമേന്ദ്രൻ, ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ ഈ കാര്യം ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള 5000 കോടി തന്നൂടെ, എന്തുകൊണ്ടാണ് തരാത്തതെന്ന് ചോദിച്ചപ്പോ കണക്കുകൾ അങ്ങോട്ട് കൃത്യമായി രേഖപ്പെടുത്തി. എല്ലാ പത്രങ്ങളിലുണ്ടായിരുന്നു, എല്ലാ വീഡിയോയിലും ഉണ്ടായിരുന്നു, 24ഉം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഒന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.